ഇതുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ എങ്ങനെയാ ഉണ്ടാക്കിയെന്ന് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്തായാലും കുറച്ച് ക്ഷമ വേണം, കുറച്ചല്ല അത്യാവശ്യ ക്ഷമ തന്നെ വേണം. അതാണ് ഇതിന്റെ മെയിൻ പരിപാടി. ക്ലേ വാങ്ങുക, എന്നിട്ട് നമ്മൾ കൈകൊണ്ട് ഇതിൽ ഓരോ രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. പെറ്റൽസും ഫ്ലവറും തോണിയും എല്ലാം ഉണ്ടാക്കിയെടുത്ത് ഷെയ്ഡിൽ വെച്ച് ഉണക്കിയെടുക്കുക. എന്നിട്ട് അതിൽ ഓരോന്ന് വൈറ്റ് പെയിന്റ് അടിച്ച ശേഷം അതിൽ നമ്മൾ എന്തൊക്കെ കളർ ആഡ് ചെയ്യണം അതെല്ലാം കൊടുത്ത് എന്നിട്ട് അതെല്ലാം ഉണക്കാനായിട്ട് വെക്കുക. ഇതെല്ലാം ഞാൻ കൈകൊണ്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ്. ഒരു 4-5 ദിവസം എടുത്തു ഇതെല്ലാം ഉണ്ടാക്കി വരാനായിട്ട്. പിന്നെ ഞാൻ ഈ പോട്ടിന് വേണ്ടി എടുത്തിട്ടുള്ള ഈ പാത്രം പോലെ ഇരിക്കുന്ന സിലിക്കോൺ ടൈപ്പിലുള്ളതാണ്. അത് വാങ്ങിയതാണ് ഭയങ്കര അബദ്ധമായി പോയത്. കാരണം അതിൻ്റെ ബാക്കിലൊക്കെ പെയിന്റ് അടിക്കേണ്ടി വന്നു. അത് ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് തന്നെയും തെളിഞ്ഞ് കാണുന്നുണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾ അതിൻ്റെ അടിയിൽ നിഴൽ പോലെ കാണുന്നതിനായിട്ട് കുറച്ച് ഇലകളൊക്കെ നമ്മൾ പെയിന്റ് ചെയ്തെടുക്കുക. ഇനിയാണ് ഇതിൻ്റെ മെയിൻ പാർട്ട് റെസിൻ ആർട്ട് യൂസ് ചെയ്യുക. ഞാൻ ആദ്യമായിട്ടാണ് റെസിൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് ക്വാളിറ്റി ഉള്ളതിനെ മേടിക്കുക. 1000 രൂപയ്ക്ക് ആവും നല്ല ക്വാളിറ്റി ഉള്ള മേടിക്കുമ്പോൾ. എന്നിട്ട് അത് ഉണങ്ങാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതിൽ സാധാരണ ഞാൻ വീഡിയോയിലൊക്കെ കണ്ട 2-3 മണിക്കൂർ കഴിയുമ്പോൾ ഉണങ്ങുന്നതാണ്. പക്ഷേ 6-7 മണിക്കൂർ എടുത്തിട്ടാണ് എൻ്റെ റെസിൻ ഒന്ന് ഹാർഡായി തുടങ്ങിയത്. എന്നിട്ട് തന്നെ ഞാൻ പെറ്റൽസ് എല്ലാം വെച്ച് എല്ലാം സെറ്റാക്കി. പക്ഷേ കുറച്ച് കൂടുതൽ സാധനങ്ങൾ അതിൽ വെച്ചതുപോലെ പിന്നീട് എനിക്ക് തോന്നിയത് എടുക്കാനും കഴിയില്ലല്ലോ. പിന്നെ ഞാനിത് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടേതായ പ്രശ്നങ്ങളുണ്ട്. എന്നാലും ഞാൻ സെറ്റാക്കി. ചെയ്യുന്ന വർക്കുകളൊക്കെ, അതായത് അത് ആർട്ടായാലും ക്രാഫ്റ്റ് ആയാലും നമുക്ക് ഇഷ്ടമുള്ള ഹോബീസൊക്കെ തുടരുമ്പോൾ അത് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, സത്യം പറഞ്ഞാൽ ഒരുപാട് സമയം എന്താ പറയുക, നമ്മൾ ഇതിനു വേണ്ടി എഫർട്ട് എടുക്കും കുറേ ദിവസം. എന്നെ പോലുള്ള ആൾക്കാർ, അതായത് ജോലിയും വീട്ടുകാര്യങ്ങളും ഒക്കെ പോയിട്ട്, പക്ഷെ അതുകൊണ്ട് കിട്ടുന്ന ഒരു മാനസിക സന്തോഷം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത ഒന്നാണ്. നല്ല അടിപൊളിയായില്ലേ? എനിക്ക് നല്ല ഇഷ്ടമായി.